അന്തരിച്ച നടൻ കലാഭവൻ നവാസിന്റെ മൃതദേഹം അല്പസമയത്തിനകം ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ എത്തിക്കും. ഖബറടക്കം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് കലാഭവൻ നവാസിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. ഇന്നലെയായിരുന്നു അദ്ദേഹം സിനിമ ചിത്രീകരണം കഴിഞ്ഞ് ചോട്ടാനിക്കരയിലെ റൂമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1994 അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശനം നടത്തുന്നത്. കലാഭവനിൽ നിരവധി പ്രമുഖരോടൊപ്പം തന്നെ സ്റ്റേജ് ഷോകളടക്കം അവതരിപ്പിച്ചിട്ടുണ്ട് കലാഭവൻ നവാസ്. സിജോ വർഗീസ് ചേരുകയാണ്. സിജോ, കലാഭവൻ നവാസിന് വിട നൽകാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഒന്നടങ്കം തന്നെ എത്തിയിട്ടുണ്ട്. ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചോ? എന്താണ് വിവരം? ഖബറടക്ക ചടങ്ങുകൾക്ക് തുടക്കമായി എന്ന് നമുക്ക് പറയാം. എന്തായാലും 5:30 വരെ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. 100 കണക്കിന് ആളുകളാണ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമ ലോകത്ത് നിന്ന് നവാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നത്. 4 മണിയോട് കൂടിയാണ് ഈ വീട്ടിൽ നിന്ന് നവാസിന്റെ ഭൗതിക ശരീരം ടൗൺ ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത്. ഇവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നിരവധി ആളുകൾ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ യാണ് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായി കണ്ടെത്തുകയും ചെയ്തത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നവർ എത്തിച്ചെങ്കിലും കഴിഞ്ഞ വിവരം പറഞ്ഞ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ, നിരവധി ആളുകൾ ഇന്നലെ രാത്രി തന്നെ എത്തുകയും ചെയ്തിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൃതദേഹം രാവിലെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിഷ നൽകിയത്. മൃതദേഹം വാങ്ങാൻ സിനിമ മിമിക്രി രംഗത്ത് സഹപ്രവർത്തകരും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. ഉച്ചയോടുകൂടിയാണ് ആലുവ എടത്തലയിലെ വീട്ടിലേക്ക് നവാസിന്റെ ഭൗതിക ശരീരം എത്തിച്ചത്. അവിടെ ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആണ് അവിടെ എത്താൻ ക്രമീകരണം ഒരുക്കിയിരുന്നത്. അവിടെ എത്തി അത്തരത്തിൽ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അവിടെ മന്ത്രി പി രാജീവ്, ഉത്തരവിന ഹൈബിയുടെ എം പി, മുസ്ലിമിന്റെ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവിടെ ഈ ടൗൺ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തു. നടന്മാരായ ലാൽ, സുരേഷ് കൃഷ്ണ, കലാഭവൻ പ്രചോദക, കലാഭവൻ സാജുവൻ, രമേശ് കാരടി അടക്കമുള്ള നിരവധി ആളുകൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെയും എത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ സിനിമ മേഖലയിലും അതുപോലെ തന്നെ മിമിക്രി മേഖലയിലും നടനായും ഗായകനായും എല്ലാം തിളങ്ങിയ ഒരു കലാകാരനാണ് കലാഭവൻ നവാസ് എന്നതാണ്. ചലച്ചിത്ര നാടക നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ്. കലാഭവന്റെ സ്റ്റേജ് ഷോകളിലൂടെയാണ് നവാസിന്റെ പേരിനൊപ്പം കലാഭവൻ എന്ന് ചേർക്കപ്പെടുകയും ചെയ്തതും അവിടെയാണ്. പിന്നീട് അങ്ങോട്ട് മിമിക്രി ലോകത്തും അതുപോലെ തന്നെ സീരിയൽ രംഗത്തും സിനിമാ മേഖലയിലും സ്റ്റേജ് ഷോകളിലും എല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ് എന്നുള്ളതാണ്. 95 ചൈതന്യം എന്ന ചിത്രത്തിലൂടെ സിനിമാ മേഖലയിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. 1990 കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ ഒട്ടുമിക്ക സിനിമകളിലും ഒട്ടുമിക്ക ഹിന്ദി ചിത്രങ്ങളിലും നവാസ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഈ വർഷം പുറത്തിറങ്ങിയ ഡിഗ്രി എന്നുള്ള ചിത്രമാണ് കലാഭവൻ നവാസിന്റെ അവസാന ചിത്രം. ഭാര്യ രചന സിനിമാ താരമാണ്. ഒപ്പം നിയ ബക്കറാണ് സഹോദരൻ. സിനിമാ മേഖലയിൽ ഒട്ടനവധി ആളുകളെ സ്നേഹിച്ച അല്ലെങ്കിൽ ഒട്ടനവധി ബന്ധങ്ങൾ അത് കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് കലാഭവൻ നവാസ്. മിമിക്രി ലോകത്ത് നിറസാന്നിധ്യമായിരുന്നു. മിമിക്രി ലോകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന താരങ്ങളെ അടക്കം ചേർത്തിട്ടുള്ള ഒരു താരം, ഒരു കലാകാരൻ. അതാണ് നവാസിനെ വേറിട്ടാക്കുന്നത്. ബന്ധങ്ങൾ ഇടമുറിയാതെ, ബന്ധങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം നൽകിയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നതിൽ നവാസ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അത്രയ്ക്കും ജാഗ്രത പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിരവധി ആളുകൾ നവാസിനെ സ്നേഹിക്കുന്നവർ, നവാസിനെ ഇഷ്ടപ്പെടുന്നവർ ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നവാസിനെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ
അവസാനഘട്ട ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുകയാണ്. പൊതുദർശനത്തിനുള്ള സമയം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി പിന്നീട് കബറടക്കം നടത്താനുള്ള ക്രമീകരണത്തിലേക്കും കടക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കലാഭവന്റെ സ്റ്റേജ് പരിപാടികളുടെ ശ്രദ്ധേയമായ കലാഭവൻ നവാസ് 1995 ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ഹിറ്റ്ലറും 97 ഇറങ്ങിയ ഹിറ്റ്ലർ ബ്രദേഴ്സും ജൂനിയർ മാഡ്രിക്കും ആട്ടുപൊട്ടി മച്ചാനും ചന്ദമാമയും തില്ലാന തില്ലാനയും എന്നീ സിനിമകളിലൊക്കെ വളരെ ശ്രദ്ധേയമായ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. സിജോ വർഗീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചലച്ചിത്ര സാമൂഹ്യ മേഖലകളിൽ ഒരുപാട് വ്യക്തിബന്ധമുണ്ടായിരുന്ന കലാഭവൻ നവാസ് ആ വ്യക്തിബന്ധം എന്നും മുറുകെ പിടിച്ചിരുന്നു. ഒട്ടേറെ ഓർമ്മകൾ നൽകുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകർക്കായി നൽകിയത്.